Hello everyone, welcome to Brilliant EduTech, the best solution ever. കേരള വാട്ടർ അതോറിറ്റി നടത്തുന്ന കേരള PSC എക്സാമായ സാനിറ്ററി കെമിസ്റ്റിന്റെ ക്ലാസ്സുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൽ ബയോളജിയുടെ തന്നെ പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് അടുത്തൊരു ക്ലാസ് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെയും വാട്സപ്പ് ചാനലിൻ്റെയും ഒക്കെ ലിങ്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള കേരള PSC എക്സാമിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ സാനിറ്ററി കെമിസ്റ്റിന് ഒരു യൂട്യൂബ് പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്യാത്തവർ പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്ത് ക്ലാസ്സുകൾ നിങ്ങളുടെ പ്രിപ്പറേഷന് ഉപകാരപ്രദമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ഈ വീഡിയോനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തെ കുറിച്ചാണ്. നമുക്കറിയാം അല്ലെ, സെല്ലിനകത്ത് പല മെംബ്രെയിനസ് ആയിട്ടുള്ള ഓർഗാനിസം പ്രസന്റ് ആണ്. അവർക്ക് ഓരോരുത്തർക്കും പല ടൈപ്പിലുള്ള സ്ട്രക്ചറും അതുപോലെ ഫങ്ഷനുമാണ് ഉണ്ടായിരിക്കുക. പക്ഷേ അവർ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് ഫങ്ഷൻ ചെയ്യുമ്പോൾ ആ ഒരു സിസ്റ്റത്തിനെയാണ് എൻഡോമെംബ്രെയിൻ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. പക്ഷേ എന്ന് വെച്ച് എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ എല്ലാ ഓർഗാനിസം ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾഗി കോംപ്ലക്സ്, ലൈസോസോംസ്, വാക്യൂൾസ് എന്നിങ്ങനെയുള്ള ചില ഓർഗാനിസത്തിനെയാണ്. ഇനി മറ്റ് ഓർഗാനിലീസ് ആയിട്ടുള്ള മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, പെറോക്സിസോംസ് ഇവരുടെ ഒന്നും ഫങ്ഷൻസ് അത്ര ഇങ്ങോട്ട് കോർഡിനേറ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇവരെ എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് കണക്കാക്കുന്നില്ല. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയുടെ ഇൻവെൻഷനോട് കൂടി അതിനെ ബേസ് ചെയ്തുകൊണ്ട് കുറെ സ്റ്റഡീസ് നടന്നു. അതുവഴിയായിട്ട് യൂക്കാരിയോട്ടിക് സെല്ലിനകത്ത് നിന്ന് റിവീൽ ചെയ്ത ഒരു സ്ട്രക്ചറാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറയുന്നത്. ഈ സ്റ്റഡീസ് വഴിയായിട്ട് ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു റെട്ടിക്കുലം ഓഫ് ടൈനി ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് സൈറ്റോപ്ലാസത്തിൽ സ്കാറ്റേർഡ് ആയിട്ട് കാണപ്പെട്ടു. അങ്ങനെ കാണപ്പെട്ട സ്ട്രക്ചറിനെയാണ് എന്ത് വിളിച്ചത്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ER എന്ന് വിളിച്ചത്. ഈ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. രണ്ട് സ്പേസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിന്റെ ഇൻട്രാസെല്ലുലർ സ്പേസിനെയാണ് ഇങ്ങനെ രണ്ട് ഡിസ്റ്റിങ് കമ്പാർട്ട്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്നാമത്തത് ലുമിനൽ, അതായത് ഇൻസൈഡ് ERഉം അതുപോലെ എക്സ്ട്രാ ലുമിനൽ ആയിട്ടുള്ളത്, അതായത് സൈറ്റോപ്ലാസം കമ്പാർട്ട്മെന്റും ആണ് നമ്മൾ ഇവിടെ കാണുന്ന ഡിവിഷൻ എന്ന് പറയുന്നത്. ഈ പറയുന്ന എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന് ചില സമയങ്ങളിൽ അതിന്റെ ഔട്ടർ സർഫസിൽ റൈബോസോംസിനെ അറ്റാച്ച് ആയിട്ട് കാണാനായിട്ട് പറ്റും. ഈ പറയുന്ന എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, അതായത് റൈബോസോം ഉള്ള എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിനെയാണ് റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറഞ്ഞ് വിളിക്കുന്നത്, അതായത് RER. ഇനി റൈബോസോം ഇല്ലാത്ത ആൾക്കാരെ പൊതുവെ സ്മൂത്ത് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അവരെ വിളിക്കുന്ന പേരാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, SER. RER is frequently observed on the cells that is actively involved in protein synthesis and secretion. ഇവിടെ നമുക്ക് ഈ ഡയഗ്രാമിനകത്ത് കാണാം അല്ലെ, റൈബോസോംസ് അറ്റാച്ച്ഡ് ആയിട്ട് നമുക്കിത് ഇവിടെ കാണാം. ഇതാണ് റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം എന്ന് പറയുന്നത്. ഇവരെ പൊതുവെ നമ്മൾ ന്യൂക്ലിയസിനോട് ചേർന്നാണ്, അതിനോട് കണ്ടിന്യൂസ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം ഇവിടെ നമുക്ക് കാണാം അല്ലെ, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം നമുക്ക് കാണാം. ഇവരെ നല്ല സ്മൂത്ത് ആയിട്ടാണ് കാണുന്നത്. ഇവിടെ ഒരു തരത്തിലും റൈബോസോംസ് അറ്റാച്ച്ഡ് അല്ല. ഈ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിനകത്താണ് ലിപ്പിഡിന്റെ സിന്തസിസ് നടക്കുന്നത്. അതുമാത്രമല്ല പല സ്റ്റിറോയിഡൽ ഹോർമോൺസും ഈ പറയുന്ന SERലാണ് സിന്തസൈസ് ചെയ്യപ്പെടുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ആണ്. നമുക്കറിയാം അല്ലെ, രണ്ട് ടൈപ്പ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഉണ്ട്, സ്മൂത്തും അതുപോലെ റഫും. സ്മൂത്തിന് തനിയെ ഫങ്ഷൻസ്, അതുപോലെ റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിനും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിന് എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് സിന്തസിസ് ഓഫ് എസെൻഷ്യൽ ലിപ്പിഡ്സ് സച്ച് ആസ് ഫോസ്ഫോലിപ്പിഡ് ആൻഡ് കൊളസ്ട്രോൾ. രണ്ടാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ആൻഡ് സെക്രീഷൻ ഓഫ് സ്റ്റീറോയിഡ് ഹോർമോൺസ്. ലിപ്പിഡിന്റെ സിന്തസിസിന് അതുപോലെ സ്റ്റീറോയിഡ് ഹോർമോണിന്റെ പ്രൊഡക്ഷനും സെക്രീഷനും ഒക്കെ വേണ്ടിയിട്ടും സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല it is responsible for the metabolism of carbohydrate. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിന് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് ആരാണ്? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ആണ്. ഇനി
ഈ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണ് കാൽഷ്യത്തെ സ്റ്റോർ ചെയ്യുകയും റിലീസ് ഒക്കെ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന കാൽഷ്യം എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റത്തിന്റെയും മസ്കുലർ സിസ്റ്റത്തിന്റെയും ഒക്കെ പ്രോപ്പർ ആയ ഫംഗ്ഷനിങ്ങിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കാൻ പോകുന്നത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻസ് ആണ്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് നമുക്ക് കാണാം അല്ലെ, റൈബോസോംസ് അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നാണ് ഇവരെ വിളിക്കുന്നത്. അപ്പോൾ ഇവരെ നമുക്ക് പൊതുവെ റൈബോസോംസ് പ്രോട്ടീൻ സിന്തസിസിന് മെയിൻ റോൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താ? പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി പ്രോട്ടീനെ സിന്തസൈസ് ചെയ്താൽ മാത്രം പോരാ, അതിനെ പ്രോപ്പർ ഫോൾഡിംഗ് ഒക്കെ കൊടുക്കുക എന്നുള്ളതും റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻ ആണ്. അത് മാത്രമല്ല, ഈ ഫോൾഡ് ചെയ്ത പ്രോട്ടീന്റെ കറക്റ്റ് ഫോൾഡിങ് ഒക്കെ നോക്കുന്നുണ്ട്. അതായത് ക്വാളിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതും റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. ഇത് മാത്രമല്ല, പ്രോട്ടീന്റെ സോർട്ടിംഗ് എന്ന് വെച്ചാൽ വേറൊന്നല്ല, ട്രാൻസ്പോർട്ട്. അതായത് നമുക്കറിയാം അല്ലെ, പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യണം, അതുപോലെ പ്രോട്ടീൻ എവിടെയാണ് നീഡഡ് ആയിട്ട് വരുന്നത് അവിടേക്ക് അതിനെ എക്സ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ചിലവിടെ സമയത്ത് ഇമ്പോർട്ട് ഒക്കെ ചെയ്യണം. അപ്പോൾ എങ്ങോട്ട് പോകണം, എങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം എന്നുള്ളതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് ഒരു റോൾ ഉണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അടുത്ത ഓർഗാൻലിയായ ഗോൾഗി അപ്പാരറ്റസിനെ കുറിച്ചാണ്. ഗോൾഗി അപ്പാരറ്റസിനെ ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് കാമില്ലോ ഗോൾഗി ആണ്. അദ്ദേഹം 1898 ഡെൻസ്ലി സ്റ്റെയിൻഡ് ആയിട്ടുള്ള റെറ്റിക്കുലർ സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ഈ പറയുന്ന ഗോൾഗി അപ്പാരറ്റസിനെ ഒബ്സർവ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പേരിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഗോൾഗി ബോഡീസ് അല്ലെങ്കിൽ ഗോൾഗി അപ്പാരറ്റസ് എന്ന പേര് തന്നെ ഈ പറയുന്ന ഓർഗാനിലേക്ക് വന്നത്. ഇവർക്ക് ഫ്ലാറ്റ് ആയിട്ടും അതുപോലെ ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള സാക്കുകൾ കാണാൻ സാധിക്കും. അതിന്റെ പേരാണ് സിസ്റ്റർനെ. അതിന്റെ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് 0.5 μm to 1 μm ആണ്. ഇനി ഗോൾഗിന്റെ ഈ സിസ്റ്റർനിയെ എന്ന് പറയുന്നതിനെ നമുക്ക് ന്യൂക്ലിയസിനോട് ചേർന്ന് അറേഞ്ച്ഡ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇവർക്ക് രണ്ട് ഫേസ് ഉണ്ട്, കോൺവെക്സ് സിസ് അല്ലെങ്കിൽ ഫോമിംഗ് ഫേസ്. ഇതേ നോക്കിക്കേ, ഇതാണ് സിസ് ഫേസ് എന്ന് പറയുന്നത്. അതുപോലെ കോൺകേവ് അല്ലെങ്കിൽ ട്രാൻസ്, അതായത് മെച്യൂറിംഗ് ഫേസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സിസും അതുപോലെ ട്രാൻസും എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫേസസ് ആണ്. പക്ഷെ ഇവർ തമ്മിൽ എപ്പോഴും എന്താണ്, ഇന്റർ കണക്റ്റഡ് ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഗോൾഗി അപ്പാരറ്റസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെറ്റീരിയൽസിനെ പാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ മെറ്റീരിയൽസിനെ പാക്ക് ചെയ്താൽ അതിനെ നമ്മൾ ഡെലിവറും ചെയ്യുന്നുണ്ട്. എവിടെയാണ് ഡെലിവർ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നല്ലെങ്കിൽ സെല്ലിന് അകത്ത് തന്നെ, അതായത് ഇൻട്രാ സെല്ലുലാർ ആയിട്ട് ടാർഗറ്റ് ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ സെല്ലിന് പുറത്തോട്ടോ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പാക്ക് ചെയ്ത മെറ്റീരിയൽസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡെലിവർ ചെയ്യുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ മെറ്റീരിയൽസ് ടു ബി പാക്ക്ഡ് നമുക്കറിയാലോ, ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്യുമ്പോൾ അവർ നമുക്ക് നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇതേപോലെ ഗോൾഗി അപ്പാരറ്റസും ഇവിടെ എന്താണോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആ മെറ്റീരിയലിനെയൊക്കെ വെസിക്കിളിന്റെ ഫോമിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ വെസിക്കിൾ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു റൗണ്ടഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. ഇവിടെ നമുക്ക് കാണാം ഇൻകമിംഗ് ട്രാൻസ്പോർട്ട് വെസിക്കിൾ, ഇവിടെ നമുക്ക് സെക്രട്ടറി വെസിക്കിൾസിനെയും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം റിലീസ് ചെയ്യുന്ന വെസിക്കിൾസിനെ എന്ത് ചെയ്യുന്നുണ്ട്, സിസ് ഫേസിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സിസ് ഫേസിൽ നിന്നും പതിയെ അവർ മെച്യൂറിംഗ് ഫേസ് ആയ ട്രാൻസ് ഫേസിലോട്ടാണ് കടത്തിവിടുന്നത്. അങ്ങനെ ട്രാൻസ് ഫേസിൽ നിന്നും റിലീസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, സെക്രട്ടറി വെസിക്കിൾസ് എന്ന്. അതുകൊണ്ടാണ് നമ്മുടെ ഗോൾഗി അപ്പാരറ്റസ് എപ്പോഴും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ അതിനെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നമുക്കറിയാം അല്ലെ, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണ്. ഒരുപാട് റൈബോസോംസ് ഉള്ളത് കൊണ്ട് അവർ ഒരുപാടധികം പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സിന്തസൈസ് ചെയ്യുന്ന പ്രോട്ടീൻസിനെ മോഡിഫൈ ചെയ്യുന്നത് ഗോൾഗി അപ്പാരറ്റസിന്റെ സിസ്റ്റർനിയയിൽ വെച്ചിട്ടാണ്. ഈ സിസ്റ്റർനിയയിൽ വെച്ച് മോഡിഫൈ ചെയ്തതിന് ശേഷം അതിനെ ട്രാൻസ്ഫേസ് വഴി റിലീസും ഇവർ ചെയ്യുന്നുണ്ട്. ഇനി ഗോൾഗി അപ്പാരറ്റസ് എന്ന് പറയുന്നത് മെയിൻ ഇമ്പോർട്ടൻറ്റ് സൈറ്റ് ആണ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻസ് ആൻഡ് ഗ്ലൈക്കോലിപ്പിഡ്സ്. ഗോൾഗി അപ്പാരറ്റസിന്റെ ഫംഗ്ഷനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പാക്കേജിംഗ് ആൻഡ് സെക്രീഷൻ ഓഫ് പ്രോട്ടീൻസ് ആണ്. നമുക്കറിയാം അല്ലെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നാണ് ഈ പറയുന്ന പ്രോട്ടീൻസിനെ ഗോൾഗി അപ്പാരറ്റസിനെ ലഭിക്കുന്നത്. ഇങ്ങനെ കിട്ടുന്ന പ്രോട്ടീൻസിനെ മെംബ്രെയിൻ ബൗണ്ട് വെസിക്കിളിനകത്തായിട്ട് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മുടെ ഗോൾഗി അപ്പാരറ്റസ്. പിന്നീട് ഇവരെ പല ഡെസ്റ്റിനേഷൻസിലേക്കും, അതായത് ലൈസോസോംസ്, പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ പുറത്തെ സെല്ലിലോട്ട്, സെല്ലിന്റെ എക്സ്റ്റീരിയറിലോട്ട് സെക്രീറ്റ് ചെയ്യുന്നതിനൊക്കെ ഗോൾഗി അപ്പാരറ്റസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ
പാക്കേജിംഗ് ആൻഡ് സെക്രീഷൻ ഓഫ് പ്രോട്ടീൻസ് ആണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവർ ലിപ്പിഡ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ഇവർ ഫോർമേഷൻ ഓഫ് ലൈസോസോമിൽ നമ്മുടെ ഗോൾഗി അപ്പാരറ്റസിന് ഒരു റോൾ ഉണ്ട്. ഇനി പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ ആൻഡ് എൻസൈമാറ്റിക് പ്രോസസ്സിംഗ്, അതായത് നമുക്കറിയാം അല്ലെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അതായത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനകത്തു നിന്നും കുറേയധികം പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രോട്ടീൻസിന്റെ പ്രൊഡക്ഷനെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ പ്രോട്ടീൻസിന്റെ ഈ പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ് പിന്നീടുള്ള മോഡിഫിക്കേഷൻസും എൻസൈമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്നതിന് നമ്മുടെ ഗോൾഗി അപ്പാരറ്റസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നടക്കുന്നത് ഗോൾഗി അപ്പാരറ്റസിന്റെ മെംബ്രെയിൻ സർഫസിൽ വെച്ചിട്ടാണ്. അതായത് ഫോസ്ഫോറൈലേഷൻ, ഗ്ലൈക്കോസൈലേഷൻ, ഇങ്ങനെയുള്ള ചില മോഡിഫിക്കേഷൻസ്, എന്തെങ്കിലും ആഡിങ് ഒക്കെ നടക്കുന്നത് ഈ പറയുന്ന ഗോൾഗി അപ്പാരറ്റസിൽ വെച്ചിട്ടാണ്. ഇനി നാലാമതായിട്ട് സിന്തസിസ് ഓഫ് വേരിയസ് ഗ്ലൈക്കോലിപ്പിഡ്സ് ആൻഡ് സ്പിംഗോമൈലിൻ ഒക്കെ ഗോൾഗി അപ്പാരറ്റസിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. ഇനി അഞ്ചാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്ലാന്റ് സെല്ലിനകത്ത് കോംപ്ലക്സ് ആയിട്ടുള്ള പല പല പോളിസാക്കറൈഡ്സിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സെൽ വാളിനകത്താണ് ഈ പറയുന്ന പോളിസാക്കറൈഡുകളെ സിന്തസൈസ് ചെയ്യുന്നത്. അതും സിന്തസൈസ് ചെയ്യുന്നത് ആരാണ്? ഈ ഗോൾഗി അപ്പാരറ്റസിൽ വെച്ചിട്ടാണ്. ഇനി ലൈസോസോംസ് ആണ് നമ്മൾ എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിൽ അടുത്ത് നോക്കാൻ പോകുന്ന ഓർഗാൻലി എന്ന് പറയുന്നത്. ലൈസോസോം എന്ന് പറയുന്നതും മെംബ്രെയിൻ ബൗണ്ട് ആയ വെസിക്കുലാർ ആയിട്ടുള്ള, അതായത് റൗണ്ടഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. ഇവർ ഫോം ചെയ്യുന്നത് ബൈ ദ പ്രോസസ് ഓഫ് പാക്കേജിംഗ് ഇൻ ഗോൾഗി അപ്പാരറ്റസ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ, ലൈസോസോമിന്റെ ഫോർമേഷനിൽ ഗോൾഗി അപ്പാരറ്റസിന് ഒരു പ്രത്യേക റോൾ ഉണ്ടെന്ന്. അപ്പോൾ ലൈസോസോംസ് ഫോം ചെയ്യുന്നത് പാക്കേജിംഗ് വഴിയായിട്ടാണ്. ഇനി ഐസൊലേറ്റഡ് ആയിട്ടുള്ള ലൈസോസോമൽ വെസിക്കിൾസ് നമുക്ക് കുറേ അധികം എൻസൈംസ് പ്രസന്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മെയിൻ ആയിട്ട് ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ആയിട്ടുള്ള ഹൈഡ്രോലേസസ്, ലിപ്പേസസ്, പ്രോട്ടേസസ്, കാർബോഹൈഡ്രേസസ്, ഇങ്ങനെ പല എൻസൈംസും ലൈസോസോമിന്റെ വെസിക്കിളിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവർക്ക് ഒരു ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു pH എന്ന് പറയുന്നത് അസിഡിക് pH ആണ്. അതായത് ബിലോ 7 ആണ്. അസിഡിക് നേച്ചർ ആണ് ഈ പറയുന്ന ലൈസോസോമിന് ഉള്ളത്. ഇനി ലൈസോസോമിനെ നോക്കുകയാണെങ്കിൽ ഇവരുടെ എൻസൈംസ് ദേ ആർ capable ഓഫ് ഡൈജസ്റ്റിംഗ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്. ഇതിനൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ തരത്തിൽ കപ്പാസിറ്റി ഉള്ളതാണ് ഇതിനകത്തുള്ള എൻസൈംസ് എന്ന് പറയുന്നത്. ഫങ്ഷൻസ് ഓഫ് ലൈസോസോം നോക്കുകയാണെങ്കിൽ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഡൈജഷൻ ആൻഡ് റിമൂവൽ ഓഫ് വേസ്റ്റ് ആണ് ലൈസോസോമിന്റെ മെയിൻ ഫങ്ഷൻ ആയിട്ട് പറയുന്നത്. സെല്ലുലാർ ഡിബ്രീസ്, അതായത് സെല്ലിനകത്ത് റിമിനൻസ് വരുന്ന കുറേ അധികം ഭാഗങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോറിൻ പാർട്ടിക്കിൾസ്, ഇതിനെയൊക്കെ സെല്ലിനകത്തോട്ട് പുഷ് ചെയ്യുന്നത് എൻഡോസൈറ്റോസിസ് വഴിയായിട്ട്, അതായത് സെല്ലിനകത്തോട്ട് എടുക്കുന്ന പ്രോസസ്സാണ് എൻഡോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അതുവഴി ഈ പറയുന്ന ഫോറിൻ പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ വേസ്റ്റ് മെറ്റീരിയലിനെ ഒക്കെ അകത്തോട്ട് എടുക്കുക എന്നുള്ളത് ലൈസോസോമിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വേസ്റ്റ് എടുത്തിട്ട് അതിനെ ഡിസ്കാർഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഡൈജസ്റ്റ് ചെയ്ത് ഇല്ലാതാക്കുക എന്നുള്ള പ്രോസസ്സും കൂടെ ഈ പറയുന്ന ലൈസോസോംസ് ചെയ്യുന്നുണ്ട്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഓട്ടോഫാജി അല്ലെങ്കിൽ ഓട്ടോഫാഗോസൈറ്റോസിസ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. പിന്നെ ലൈസോസോംസിന്റെ ഒരു പേരാണ് സൂയിസൈഡൽ ബാഗ്. എന്തുകൊണ്ടാണ് ലൈസോസോമിനെ നമ്മൾ സൂയിസൈഡൽ ബാഗ് എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ലൈസോസോമിനകത്ത് കുറേ അധികം എൻസൈംസ് ഉണ്ട് അല്ലേ. ഇവര് ഈ പറയുന്ന ഫോറിൻ പാർട്ടിക്കിൾസിനെയും അല്ലെങ്കിൽ സെല്ലുലാർ ഡിബ്രീസിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇങ്ങനെ ഡൈജസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ലൈസോസോംസ് ചിലപ്പോൾ അതിനെ തന്നെ ഇല്ലാതാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലൈസോസോംസിനെ സൂയിസൈഡൽ ബാഗ്സ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സെൽ ഓർഗാനലി എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയ ആണ്. മൈറ്റോകോൺട്രിയയെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് സ്റ്റെയിൻ ചെയ്യാതെ നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗാനലി അല്ല. അത് മാത്രമല്ല, നമ്പർ ഓഫ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് ഓരോ സെല്ലിലും ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റിക്ക് അനുസരിച്ചാണ് ഓരോ സെല്ലിലും എത്ര നമ്പർ ഓഫ് മൈറ്റോകോൺട്രിയ ഉണ്ട് എന്നതിനെ നിശ്ചയിക്കുന്നത്. അത് മാത്രമല്ല, ഷേപ്പിലായിക്കോട്ടെ സൈസിലായിക്കോട്ടെ മൈറ്റോകോൺട്രിയയ്ക്ക് ഹൈ ഡിഗ്രി ഓഫ് വേരിയബിലിറ്റി ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് ഡബിൾ മെംബ്രെയിൻ ബൗണ്ട് ആയ ഒരു സ്ട്രക്ചർ ആണ്. അതായത് ഇവർക്ക് രണ്ട് മെംബ്രെയിൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം അല്ലേ, ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ ഇന്നർ മെംബ്രെയിനും നമുക്ക് ഈ പറയുന്ന മൈറ്റോകോൺട്രിയയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവർ ഈ പറയുന്ന ലുമനെ, അതായത് ഈ പറയുന്ന അക്വസ് സ്പേസിനെയാണ് ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ ഔട്ടർ മെംബ്രെയിൻ എന്നും അതുപോലെ ഇന്നർ മെംബ്രെയിൻ ആയിട്ടും മൈറ്റോകോൺട്രിയനെ ഡിവൈഡ് ചെയ്ത് വരുന്നുണ്ട്.
ഇന്നർ കമ്പാർട്ട്മെന്റ് ഓഫ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നതിനെ ഫില്ല് ചെയ്തിരിക്കുന്നത് ഒരു ഡെൻസ് ആയ ഹോമോജിനസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് വെച്ചിട്ടാണ്. ഹോമോജിനസ് എന്ന് വെച്ചാൽ ഒരേപോലെയുള്ള സബ്സ്റ്റൻസ് വെച്ചിട്ടാണ് അവരെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആ സബ്സ്റ്റൻസിനെയാണ് മാട്രിക്സ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇനി ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബൗണ്ടറി പോലെയാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല ഇന്നർ മെംബ്രെയിനിൽ നമുക്ക് പല ഇൻഫോൾഡിങ്സിനെയും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഇൻഫോൾഡിങ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്രിസ്റ്റേ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഈ ക്രിസ്റ്റയുടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നതാണ് അതിന്റെ സർഫസ് ഏരിയ കൂട്ടുക എന്നുള്ളത്. ഇനി നമുക്കറിയാലേ ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, അതുപോലെ ഇന്നർ മെംബ്രെയിനും ഉണ്ട്. ഈ രണ്ട് മെംബ്രെയിനും അവരുടേതായ സ്പെസിഫിക് ആയ എൻസൈമുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷനിങ്ങിന് വളരെയധികം ഇമ്പോർട്ടന്റുമാണ്. മൈറ്റോകോൺട്രിയയെ സൈറ്റ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ എന്നാണ് പറയപ്പെടുന്നത്. എയറോബിക് റെസ്പിറേഷൻ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഓക്സിജന്റെ പ്രസൻസിലുള്ള റെസ്പിറേഷനെയാണ് എയറോബിക് റെസ്പിറേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഈ പറയുന്ന മൈറ്റോകോൺട്രിയ സെല്ലുലാർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ATPയുടെ ഫോമിലാണ്. അതുകൊണ്ട് തന്നെയാണ് പവർ ഹൗസ് ഓഫ് സെൽ എന്ന് പറയുന്ന പേര് മൈറ്റോകോൺട്രിയയ്ക്ക് വരുന്നത്. ഇനി ഇവരുടെ മാട്രിക്സിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം സിംഗിൾ സർക്കുലർ DNA-യും അതുപോലെ RNA, റൈബോസോംസ് ഇതൊക്കെ മൈറ്റോകോൺട്രിയയിൽ പ്രസന്റ് ആണ്. ഈ പറയുന്ന കമ്പോണന്റ് എല്ലാം തന്നെ പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ടാണ് മൈറ്റോകോൺട്രിയ യൂസ് ചെയ്യുന്നത്. ഇനി മൈറ്റോകോൺട്രിയയുടെ ഡിവിഷൻ എന്ന് പറയുന്നത് ഫിഷൻ വഴിയായിട്ടാണ് നടക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻസിനെ കുറിച്ചാണ്. മൈറ്റോകോൺട്രിയയ്ക്ക് ഒരുപാടധികം ഫംഗ്ഷൻസ് ഉണ്ട്. മെയിൻ ആയിട്ട് മൈറ്റോകോൺട്രിയ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ വഴിയായിട്ടാണ്. മൈറ്റോകോൺട്രിയ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ മറ്റ് ഫംഗ്ഷൻസ് നോക്കുകയാണെങ്കിൽ സെല്ലിന്റെ മെറ്റബോളിക് ആക്ടിവിറ്റി റെഗുലേറ്റ് ചെയ്യുന്നതിൽ മൈറ്റോകോൺട്രിയയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. അതുമാത്രമല്ല പുതിയ സെല്ലുകളുടെ വളർച്ചയ്ക്കും അതുപോലെ സെല്ലുകളുടെ മൾട്ടിപ്ലിക്കേഷനും മൈറ്റോകോൺട്രിയ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഇനി അമോണിയ ഡീടോക്സിഫൈ ചെയ്യുന്നത്, ലിവർ സെൽസിലെ അമോണിയയെ ഡീടോക്സിഫൈ ചെയ്യുക എന്നൊരു ഫംഗ്ഷനും മൈറ്റോകോൺട്രിയയ്ക്ക് ഉണ്ട്. ഇനി അപ്പോപ്ടോസിസ് അല്ലെങ്കിൽ പ്രോഗ്രാംഡ് സെൽ ഡെത്ത്, അതായത് നാച്ചുറൽ ആയിട്ടുള്ള സെല്ലിന്റെ മരണം അല്ലെങ്കിൽ ഡെത്ത് ആണ് അപ്പോപ്ടോസിസ് എന്ന് പറയുന്നത്. ഇതിനും മൈറ്റോകോൺട്രിയയ്ക്ക് വലിയൊരു റോൾ ഉണ്ട്. അടുത്ത ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയ ബ്ലഡിന്റെ ചില ഭാഗങ്ങളും അതുപോലെ ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ എന്നിങ്ങനെയുള്ള ഹോർമോണുകളെയും ബിൽഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. കൂടാതെ കാൽഷ്യത്തിന്റെ കോൺസെൻട്രേഷൻ അക്യുറേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നതിന് മൈറ്റോകോൺട്രിയയ്ക്ക് ഒരു റോൾ ഉണ്ട്. ഇനി സെല്ലുലാർ ഡിഫറൻസിയേഷൻ, സെൽ സിഗ്നലിംഗ്, സെൽ സെനസെൻസ്, സെൽ സൈക്കിളിനെ കൺട്രോൾ ചെയ്യുക, സെല്ലിന്റെ വളർച്ചയെ കൺട്രോൾ ചെയ്യുക, ഇങ്ങനെയുള്ള റോളുകളും മൈറ്റോകോൺട്രിയയ്ക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ന്യൂക്ലിയസിനെ കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ന്യൂക്ലിയസിനെ ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് റോബർട്ട് ബ്രൗൺ ആണ്. റോബർട്ട് ബ്രൗൺ 1831 ന്യൂക്ലിയസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി മെറ്റീരിയൽസ് ഓഫ് ന്യൂക്ലിയസിനെ സ്റ്റെയിൻ ചെയ്തത് ബേസിക് ഡൈ വെച്ചിട്ടാണ്. അങ്ങനെ ബേസിക് ഡൈ വെച്ച് സ്റ്റെയിൻ ചെയ്ത മെറ്റീരിയൽസിനെയാണ് ക്രോമാറ്റിൻ എന്ന് ഫ്ലെമിംഗ് വിളിച്ചത്. അപ്പോൾ ഈ പേരുകളൊക്കെ ഓർത്ത് വെക്കുക. ഇനി ഇന്റർഫേസ് ന്യൂക്ലിയസ്, അതായത് ന്യൂക്ലിയസ് ഓഫ് എ സെൽ വെൻ ഇറ്റ് ഈസ് നോട്ട് ഡിവൈഡിങ്, ഡിവൈഡ് ചെയ്യാത്ത സ്റ്റേജിലുള്ള ന്യൂക്ലിയസ് ആണ് ഇന്റർഫേസ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ആയിട്ട് ഇലാബറേറ്റ് ആയിട്ടുള്ള ന്യൂക്ലിയോ പ്രോട്ടീൻ ഫൈബേഴ്സിനെ, ഇതാണ് ന്യൂക്ലിയോ പ്രോട്ടീൻ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഈ ഫൈബേഴ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്രോമാറ്റിൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇതല്ലാതെ ന്യൂക്ലിയർ മാട്രിക്സ് നമുക്ക് കാണാൻ സാധിക്കും ന്യൂക്ലിയസിൽ. ന്യൂക്ലിയർ മാട്രിക്സ് എന്ന് വെച്ചാൽ ആ ഒരു സ്പേസിനെയാണ് വിളിക്കുന്നത്. അത് കൂടാതെ ഒന്നോ രണ്ടോ സ്പെറിക്കൽ ബോഡീസ് ആയ ന്യൂക്ലിയോലൈനെയൊക്കെ നമുക്ക് ന്യൂക്ലിയസിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് സ്റ്റഡീസ് വഴിയായിട്ടാണ് ന്യൂക്ലിയർ എൻവലപ്പിന്റെ സ്ട്രക്ചർ ഒക്കെ റിവീൽ ചെയ്യപ്പെട്ടത്. അപ്പോൾ അത് വഴിയായിട്ടാണ് ഇവിടെ ഇവർക്ക് രണ്ട് മെംബ്രെയിൻസ്, രണ്ട് പാരലൽ മെംബ്രെയിൻസ് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് കണ്ടുപിടിച്ചത്. ഇതിനിടയിലുള്ള സ്പേസിനെയാണ് പെരി ന്യൂക്ലിയർ സ്പേസ്. ഇവിടെ നമുക്ക് കാണാം അല്ലേ, രണ്ട് മെംബ്രെയിനുകളുണ്ട്, ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, അതുപോലെ ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ഇതിന് നടുക്ക് കാണുന്ന ഒരു സ്പേസിനെയാണ് എന്ത് വിളിക്കുന്നത്? പെരി ന്യൂക്ലിയർ സ്പേസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ ഇതൊരു ബാരിയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. ചില സബ്സ്റ്റൻസുകളെ തടസ്സപ്പെടുത്തുന്ന, മൂവ്മെന്റുകളെ തടസ്സപ്പെടുത്തുന്നതിന് ഈ പറയുന്ന മെംബ്രെയിൻ ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് സൈറ്റോപ്ലാസത്തിനും ന്യൂക്ലിയസിനകത്തും ആയിട്ട് ഒരു നടുക്ക് ഒരു ബാരിയർ, ഒരു ഗേറ്റ് പോലെ
ആക്ട് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന മെംബ്രെയിൻ. ഇനി ഇതല്ലാതെ ന്യൂക്ലിയർ മെംബ്രെയിനിൽ നമുക്ക് പലധികം പോറുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇത് ഫോം ചെയ്യുന്നത് ടു മെംബ്രെയിനുകളുടെ ഫ്യൂഷൻ വഴിയായിട്ടാണ്. ഈ ന്യൂക്ലിയർ പോറുകൾ വഴിയായിട്ടാണ് RNA, പ്രോട്ടീൻ ഇതൊക്കെ പാസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവരുടെ ഒരു മൂവ്മെന്റ്, അതായത് RNAയുടെയും പ്രോട്ടീന്റെയും ഒക്കെ മൂവ്മെന്റ് രണ്ട് ഡയറക്ഷനിലും നടക്കുന്നുണ്ട്. അതായത് ന്യൂക്ലിയസിൽ നിന്നും സൈറ്റോപ്ലാസത്തിലേക്കും അതുപോലെ സൈറ്റോപ്ലാസത്തിൽ നിന്നും ന്യൂക്ലിയസിനകത്തോട്ടും ഒരു മൂവ്മെന്റ് ഈ ന്യൂക്ലിയർ പോർ കോംപ്ലക്സുകൾ വഴിയായിട്ട് നടന്നു വരുന്നുണ്ട്. നോർമലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സെല്ലിനകത്ത് ഒരു ന്യൂക്ലിയസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് കൂടാതെ കുറെ നമ്പർ ഓഫ് ന്യൂക്ലിയസും ചില സമയത്ത് കാണാൻ സാധിക്കാറുണ്ട്. ഇനി ചില മെച്യൂർ സെല്ല് അതിനകത്തൊന്നും ചില ന്യൂക്ലിയസിനെ നമുക്ക് ഇല്ലാതെയും കാണാനായിട്ട് സാധിക്കാറുണ്ട്. അങ്ങനെ ന്യൂക്ലിയസ് ഇല്ലാത്ത ചില ആൾക്കാരാണ് എറിത്രോസൈറ്റും അതുപോലെ സീവ് ട്യൂബ് ഓഫ് വാസ്കുലർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. എറിത്രോസൈറ്റ് എന്ന് പറയുന്നത് RBC ആണ്, അതായത് റെഡ് ബ്ലഡ് സെൽസ് ആണ്. ഇതിനകത്ത് നമുക്ക് ന്യൂക്ലിയസ് കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ സീവ് ട്യൂബ് സെൽസ് പ്ലാന്റ്സിനകത്തുള്ള, അതായത് വാസ്കുലർ പ്ലാന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലം, ഫ്ലോയം ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന പ്ലാന്റ്സ് ആണ്. ഇതിലെ സീവ് ട്യൂബിനകത്തൊക്കെ നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നില്ല? ന്യൂക്ലിയസിനെ കാണാനായിട്ട് സാധിക്കുന്നില്ല. ന്യൂക്ലിയർ മാട്രിക്സ് അല്ലെങ്കിൽ ന്യൂക്ലിയോപ്ലാസം, ഇതിനകത്ത് നമുക്ക് ന്യൂക്ലിയോലസിനെയും അതുപോലെ ക്രോമാറ്റിനെയും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ന്യൂക്ലിയോലൈ എന്ന് പറയുന്നത് സ്പെറിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് that is present in the ന്യൂക്ലിയോപ്ലാസം. ഇനി കണ്ടന്റ് ഓഫ് ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത് നമുക്ക് ന്യൂക്ലിയോപ്ലാസത്തിനോട് കണ്ടിന്യൂസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതിന് ഒരു തരത്തിലും മെംബ്രെയിനുകൾ ഒന്നും തന്നെ ബൗണ്ട് ചെയ്തിട്ടില്ല. ഈ ന്യൂക്ലിയോലസ് എന്ന് പറയുന്നതാണ് ആക്റ്റീവായ റൈബോസോമൽ RNA സിന്തസിസ്, അതായത് rRNA സിന്തസിസ് ചെയ്യുന്ന സൈറ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയോലസ് ആണ്. ലാർജർ ആയിട്ടും അതുപോലെ ന്യൂമറസ് ആയിട്ടും നമുക്ക് ന്യൂക്ലിയോലൈ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവരായിരിക്കും പ്രോട്ടീൻ സിന്തസിസ് ക്യാരി ഔട്ട് ചെയ്തു വരുന്നത്. ന്യൂക്ലിയസിന്റെ ഫങ്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയസിനകത്താണ് സെല്ലിന്റെ ഹെറിഡിറ്ററി ഇൻഫോർമേഷൻ പ്രസന്റ് ആയിരിക്കുന്നത്. അതുവഴിയായിട്ടാണ് നമ്മൾ സെല്ലിന്റെ വളർച്ചയെയും റീപ്രൊഡക്ഷനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. കൂടാതെ DNA റെപ്ലിക്കേഷൻ നടക്കുന്നതും ന്യൂക്ലിയസിനകത്ത് വെച്ചിട്ടാണ്. DNA റെപ്ലിക്കേഷൻ വഴിയായിട്ടാണ് സെല്ലിനകത്ത് DNA-യുടെ ഐഡന്റിക്കൽ കോപ്പീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി സൈറ്റ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ആണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ വഴിയായിട്ടാണ് പലതരത്തിലുള്ള RNA ഫോം ചെയ്യുന്നത്. RNA എന്ന് പറയുമ്പോൾ rRNA, mRNA, tRNA എന്നിങ്ങനെയുള്ള RNA ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ട്രാൻസ്ക്രിപ്ഷൻ വഴിയായിട്ടാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് DNA-യിൽ നിന്നാണ്. ഇനി സെൻട്രൽ റൂൾ ഓഫ് ബയോളജി പ്രകാരം DNA നമ്മൾ കോപ്പി ചെയ്ത് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത് RNA ആക്കി മാറ്റുന്നുണ്ട്. അത് പിന്നീട് എന്താക്കി മാറ്റുന്നുണ്ട്? അമിനോ ആസിഡുകൾ കൂടി ചേർന്ന് പ്രോട്ടീൻസ് ആക്കിയാണ് മാറ്റുന്നത്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. സാനിറ്ററി കെമിസ്റ്റിനായിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്ത വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച്, ക്രാഷ് കോഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 26-ാം തീയതിയാണ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ എൻറോൾ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. എഫിഷ്യൻ്റ് ട്യൂട്ടേഴ്സ് ഉണ്ടായിരിക്കും. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്കറിയാം 50ഓളം ടോപ്പിക്സ് ആണ് നമുക്കുള്ളത്. ഒരു 50ഓളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടായിരിക്കും. പല ടോപ്പിക്സ് ആണ് നമുക്കുള്ളത്. മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, കെമിസ്ട്രി എന്നിങ്ങനെ 3ഓളം ടോപ്പിക്സ് ഉണ്ട്. അതിൽ പല ഡിഫറെൻറ്റ് മൊഡ്യൂൾസും നമുക്ക് വരുന്നുണ്ട്. 10ഓളം മൊഡ്യൂൾസ് ഒക്കെ അടങ്ങുന്ന ഒരു എക്സാം സിലബസ് ആണ് നമുക്ക് സാനിറ്ററി കെമിസ്റ്റിനായിട്ടുള്ളത്. അപ്പോൾ ഓരോ ടോപ്പിക് ബേസ്ഡ് ആയിട്ട് 50ഓളം ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ക്വിസുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. MCQ PDFകൾ ഉണ്ടായിരിക്കും. അതുപോലെ സ്റ്റഡി ആൻഡ് മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. എന്നാണോ നമ്മുടെ എക്സാം അന്ന് വരെ നിങ്ങൾക്ക് ആ ഒരു മെൻറ്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സ്റ്റഡി പ്ലാൻ റിമൈൻഡേഴ്സ് ഉണ്ടായിരിക്കും. ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ സെൽഫ് അനാലിസിസിനായിട്ട് നമ്മൾ റിവിഷൻ ടെസ്റ്റുകൾ കൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈച്ച് മൊഡ്യൂൾ വൈസ് റിവിഷൻ ടെസ്റ്റ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ ടോപ്പിക് ബേസ്ഡ് ക്വിസുകളും. അപ്പോൾ 10 മൊഡ്യൂൾസ് ആണ്. അതുകൊണ്ട് തന്നെ 10 റിവിഷൻ ടെസ്റ്റുകളാണ് കണ്ടക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റഡി സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാം ഡേറ്റ് വരെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തന്നിരിക്കുന്ന നമ്പറിലോട്ട് വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. 9952645996 എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഡിലേ ആവാതെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കോഴ്സ് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒപ്പം തന്നെ ഗ്രൂപ്പിനോടൊപ്പം തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക.
ശ്രദ്ധിക്കുക. ഇനി എപ്പോൾ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ആ നോട്ട്സ് അവിടെ അവൈലബിൾ ആണ്, ക്ലാസ്സസ് അവിടെ അവൈലബിൾ ആണ്, റെക്കോർഡഡ് സെക്ഷൻസ് ആണ്. എഗെയിൻ വാച്ച് ചെയ്യാം. ക്വിസുകളാണെങ്കിലും റിവിഷൻ ടെസ്റ്റുകളായാലും നിങ്ങൾക്ക് എഗെയിൻ അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി MCQ PDF വേണ്ടവർക്ക് അത് വായിച്ച് പഠിക്കാനായിട്ട് PDF നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. നോട്ട്സ് പ്രിന്റബിൾ ആണ്, ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ കൂടുതൽ ഡൗട്ട്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കാം കേട്ടോ. സാനിറ്ററി കെമിസ്റ്റിന്റെ ക്രാഷ് കോഴ്സ് വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിവിഷൻ ടെസ്റ്റുകളും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ബാച്ച് പോകുന്നത്. സ്റ്റുഡൻറ് റിവ്യൂസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ എൻറോൾ ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് എൻറോൾ ചെയ്യാനായിട്ടും അതുപോലെ പഠിച്ചു തുടങ്ങാനായിട്ടും ശ്രദ്ധിക്കുക. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മടി വിചാരിക്കേണ്ട. എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലോട്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ആശംസിക്കുന്നു. താങ്ക്